ഞാൻ അവിടേക്കാണ് വീണ്ടും വരുന്നത്. എൻ്റെ ഏറ്റവും വലിയ ചോദ്യം അതാണ്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ആ, ആ, സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കുറവുകളെല്ലാം നികത്താനായി വരേണ്ട അത്രയും വലിയ നമ്മൾ പറയുന്ന ബ്രെയിൻ അല്ലെങ്കിൽ IQ നമ്മളിലെ പൊളിറ്റിക്സിലേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. അത് വരാനുള്ളൊരു സിസ്റ്റം നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞ സാറുമായിട്ട് നമ്മൾ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ നമ്മൾ ഇതുവരെ രാഷ്ട്രീയം സംസാരിച്ചില്ല. ഇതെല്ലാം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമാണ് ഒരു സൈഡിൽ നോക്കും. നമ്മൾ സംസാരിച്ചല്ല രാഷ്ട്രീയം. വേറെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പോളിസി ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഒരു വളർച്ചയെക്കുറിച്ചും. നമ്മൾ LDF UDF എന്നൊക്കെ പറഞ്ഞത് രാഷ്ട്രീയമല്ല ആണ്. അപ്പം ഞാൻ എപ്പോഴും LDF ജനറലി രാഷ്ട്രീയമാണ്. നമ്മൾ പറഞ്ഞതൊക്കെ പൊളിറ്റിക്സ് ഉണ്ട്, കക്ഷി രാഷ്ട്രീയമുണ്ട്. കക്ഷി രാഷ്ട്രീയം ചീത്ത കാര്യമൊന്നുമല്ല. അല്ല, ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് തിങ്. പക്ഷെ ഞാൻ പറയുന്നത് അവിടേക്ക് എങ്ങനെ, ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ഈ ഒരു വളർച്ച എക്സ്പെഡൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ തെറ്റായ പ്രൊഫഷണൽ വേർഡാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. എന്നിരുന്നാലും തെറ്റല്ല, കോയിൻഡ് ഇൻ എ റോങ് കോയിൻഡിന് പെക്യുലർ വേ. അപ്പോൾ ആ രീതിയിൽ ഞാൻ വീണ്ടും ഉപയോഗിക്കുന്ന വാക്ക് എക്സ്പെർട്ടൈസ് ആണ്. ഇപ്പോൾ സാറിൻ്റെ ഒരു ഫീൽഡ് ഓഫ് എക്സ്പെർട്ടൈസ്, സാർ ഒരു സാധനത്തിന് വിഷൻ അല്ലെങ്കിൽ എൻവിഷൻ ചെയ്യുന്നത് സാധാരണക്കാരൻ എൻവിഷൻ ചെയ്യുമ്പോൾ ആയിരിക്കില്ല, വിച്ച് ഇസ് ബിക്കോസ് ഓഫ് യുവർ എക്സ്പെർട്ടൈസ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇത്രയും വലിയ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഹാൻഡിൽ ചെയ്യുന്ന, ലെജിസ്ലേച്ചറൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന, ലോ മേക്കിംഗ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ നിലവാരത്തിലേക്ക് ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു സോർട്ട് ഓഫ് ഒരു എന്താ പറയണ ഒരു ബ്രെയിൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാനായിട്ട് ഇത് എത്തണ്ടേ എന്നുള്ളതാണ്. അല്ല, അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും വലിയൊരു ലെജിസ്ലേച്ചർ ആയിട്ടുള്ള ഒരാളെ, ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരാളെ കുറിച്ച് ഞങ്ങളൊക്കെ കേട്ടില്ല, NI ദേവസ്വക്കുട്ടി. താങ്കളുടെ തലമുറയ്ക്ക് അത് ചിലപ്പോൾ അറിയണ്ടാവില്ല. ഒരു കോൺഗ്രസ്സുകാരനാണ്. ഓക്കെ. അതുപോലെ CPMൻ്റെ ഭാഗത്ത് CBC വാര്യർ, അവർക്ക് ഭയങ്കരമായിട്ട് ഹോംവർക്ക് ചെയ്തിരുന്ന TM ജേക്കബ്, വലിയ സാമാജികരായിരുന്നു. നന്നായി പഠിച്ച ഒരു വിഷയം അവതരിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഇപ്പോഴും ആളുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഓരോ നിയമസഭാംഗത്തിൻ്റെയും പാർലമെൻറ്റ് മെമ്പറുടെയൊക്കെ കൂടെ അവരെ സഹായിക്കാനായിട്ടുള്ള ഒരു ടീം ഉണ്ടായിട്ടുണ്ട്. ഒരു 25 കൊല്ലം മുമ്പുള്ള മാതിരി അല്ല. ട്രൂ. 25 കൊല്ലം മുമ്പ് ആ MLAക്ക് അയാളുടെ മണ്ഡലത്തിലെ ഒരാളെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെയോ കിട്ടുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ അതല്ല. ഇപ്പോൾ കുറേ കുട്ടികൾ, ഇപ്പോൾ താങ്കളെപ്പോലുള്ള ആളുകൾ പ്രൊഫഷണലായിട്ടത് നല്ല അർത്ഥത്തിൽ ഈ നിയമനിർമ്മാണം എങ്ങനെ ആകണം എന്ന് പഠിച്ചിട്ടുള്ള ആളുകൾ ധാരാളം ഇപ്പോൾ നമ്മുടെ നിയമസഭാ സാമാജികന്മാരെയും പാർലമെൻറ്റ് അംഗങ്ങളെയൊക്കെ സഹായിക്കുന്നുണ്ട്. അതിലൂടെ അവർ രാഷ്ട്രീയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, യു നോ ബെറ്റർ, അവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് പോളിറ്റിക്സ് കൂടിയൊന്നുമല്ല, ഒരു MP കൂടെ നിന്ന് ജോലി ചെയ്യുക, ആ ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് അവിടെ. ശരിയാണോ? അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തുടങ്ങിയത് തരൂരിൻ്റെ ഒരു ടീം. തരൂർ ആദ്യം വരുമ്പോൾ അവർക്കൊരു ടീം ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ പുറത്തുള്ള ജർമ്മനിയിലും US ഉള്ള പല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയും അങ്ങനെ ആ ഒരു രീതിയിൽ പൊളിറ്റിക്സിനെ കണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പിന്നെ നമ്മൾ പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്തിട്ട് കാണുന്നില്ല. അല്ല, അത് സാർ അവിടെയാണ് നമ്മൾ പറയുന്ന ഈ ഒരു ഡിസ്കണക്റ്റ് ഉള്ളത്. See, even Tharoor for that matter really struggled in the beginning to be a politician. Because ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ PR ആദ്യം 2009 ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതൽ എനിക്കറിയാം that disconnect was so wide. അതായത് നമുക്ക് ഒരിക്കലും അവിടെ അത് കണക്ട് ചെയ്യാൻ പുള്ളിക്കാരനും പറ്റുന്നില്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും പറ്റുന്നില്ല. Now it has changed. Now people are responding to the way of policies of politics he is talking about. People are responding to it. So അവിടെ തരൂരായിട്ട് ആദ്യം തൊട്ടേ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ആ ഒരു നിലവാരത്തിലേക്ക് എല്ലാ സാധനങ്ങളും കറങ്ങി വരേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറയുന്നതാണ് നമ്മുടെ. അതെ, അത് അതിൻ്റെ ഒരു ഈ കാലത്തെ ഒരു ആവശ്യകതയാണ്. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് വേണം. ഇപ്പം സമാനമായിട്ടുള്ള നിയമങ്ങൾ എവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശ് നമ്മളെക്കാൾ വളരെ ദരിദ്രമായൊരു സ്ഥലമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആണോ? അല്ല, GDP നമ്മളെക്കാളും ഹയർ. ശരിയാണോ? അതെ, പെർ ക്യാപിറ്റ GDP അവർ നമ്മളെക്കാളും മുന്നിലാണ്. അപ്പോൾ അവരുടെ പബ്ലിക് പോളിസി എന്തായിരുന്നു? പക്ഷെ അവിടെ അവരുടെ ഡെമോക്രസിയുടെ കാര്യമൊക്കെ മേപ്പടി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെക്കാൾ വളരെ പുറകിലാണെന്ന് കരുതിയ സ്ഥലങ്ങൾ പോലും നമ്മളെക്കാളും മുന്നിലേക്ക് വരും. ചില സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അല്ലേ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. അതേസമയം നമ്മളെക്കാൾ നല്ലതായിരുന്നു എന്ന് കരുതിയ സ്ഥലമാണ് ശ്രീലങ്ക. അവർ ഭയങ്കര ഡൗൺ. ഏഷ്യൻ ഡ്രാമയൊക്കെ ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്നൊരു ബുക്കാണല്ലോ.
അതൊക്കെ എഴുതുമ്പോൾ സിലോണാണ് അല്ലെങ്കിൽ ശ്രീലങ്കയാണ് നല്ലൊരു സ്ഥലമായിട്ട് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അവർ പുറകോട്ട് പോവുകയാണ് ചെയ്തത്. നമ്മുടെ ചുറ്റുള്ള കാര്യം പറയുകയാണ് ഞാൻ. ബർമ്മയാണെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ആശ്രയ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ബർമ്മ, മ്യാൻമാർ. റൈസ് ഫീൽഡ് പോലും ബർമ്മയായിരുന്നു ഒരു കാലത്തല്ലേ. പിന്നെ എത്രയോ ആളുകൾ ബർമ്മയെന്ന് വന്നു പണ്ട് കേൾക്കുന്നുണ്ട്. ഒരു 50കളിലൊക്കെ അവർ ബർമയിലാണ് എന്ന് പറയുന്നത്, റംഗൂണിൽ പോകുന്നു. പിന്നെ അവിടെ നിന്ന് അവർ UK ട്രാവൽ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കൾച്ചറുണ്ട്. പക്ഷെ ആ ബർമയൊക്കെ വെറും ഒരു മിലിറ്ററി രാജ്യമായിട്ട് അധപ്പതിച്ചു. അപ്പോൾ നമുക്ക് ചുറ്റും നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട്. ഇപ്പം മലേഷ്യ വളരെ പൂറായിരുന്നു. ഇപ്പം മലേഷ്യ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. ഇൻഫാക്റ്റ് ഈ അമിതാഭ് ഘോഷിൻ്റെ നോവലുകളിൽ അയാൾ പറയുന്ന ആ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇതായിട്ടുള്ള പോപ്പുലർ മാത്രമല്ല, അവർ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടൊരു വലിയ, എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നൊരു ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിരുന്ന സ്ഥലം. മലേഷ്യയും ബർമയും ഒക്കെ അടുത്തടുത്തല്ലേ. പക്ഷെ മലേഷ്യയിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് നമുക്ക്. ഈവൻ ബയോടെക്നോളജി പഠിക്കാൻ ആൾക്കാർ മലേഷ്യയിൽ പോകുന്നു. ആൻഡ് ദാറ്റ്സ് എ വെരി പീസ്ഫുൾ കൺട്രി ഓൾസോ. അതായത് നമ്മൾ ഭയങ്കര പ്ലസൻ്റ് ആണ്. ഞാനൊരു സിനിമ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇറ്റ് വാസ് എ വെരി പീസ്ഫുൾ പ്ലസൻറ്റ് പ്ലേസ് ടു ബി. ഞാൻ പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ ഉണ്ടാകുന്ന അവരെ ഇൻഡസ്ട്രി കാണുന്നത്, അവരെ ഫുഡ് പ്രോസസ്സിങ്ങിനെ കാണുന്നത്, എല്ലാത്തിനും ഒരു സ്ട്രീറ്റ് ഫുഡ് വെരി ഫേമസ് ആണ്. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയാം. ദർ ഇസ് എ ലോങ് സ്ട്രീറ്റ് വേ യു ഗെറ്റ് ഫ്രൈഡ് ഡക്ക് ആൻഡ് ബിയർ. അപ്പോൾ അവിടേക്ക് അവരത് ഭയങ്കരമായിട്ട് സെല്ല് ചെയ്യുന്ന രീതി പോലും, അവർ പാക്കേജിങ് ചെയ്യുന്ന രീതി, ഹൈജീൻ, സൂപ്പ് അവരുടെ ഹൈജീൻ ഭയങ്കര രസമാണ്. അപ്പം നമ്മളൊരിടത്ത് പോയി കഴിഞ്ഞാൽ വി ഡോണ്ട് ഡൗട്ട് എസ്പെഷ്യലി വെൻ യു ആർ ട്രാവലിംഗ്, നമുക്കൊരു ഡൗട്ട് ഉണ്ടാവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അവർ എല്ലാ ആസ്പെക്റ്റും, റോഡ്സ് ഇൻഫാക്റ്റ് അവർ ഭയങ്കര എല്ലാം അവർ ഭയങ്കര ഞാൻ പറയാം സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങിനെ ഏറ്റവും നല്ല സെലിബ്രേറ്റ് ചെയ്ത് അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് വരെ വിറ്റ് അതിനെ പാക്കേജ് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവമുണ്ട്. നമുക്ക് ശരിക്കും അവിടേക്കൊക്കെയാണ് നമ്മുടെ ഈ പറയുന്നത്, നമ്മൾ വളരെയധികം പുറകിലാണ്. നമ്മുടെ തെങ്ങിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. മുള ഞാൻ കുറച്ച് ഇടപെട്ടിരുന്നു. മുള ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ മുള ഉപയോഗിക്കാൻ നമുക്ക് ഒരുപാട് തടസ്സങ്ങളാണ്. അപ്പോൾ ചൈന ഉപയോഗിച്ചത് അവരുടെ മുള അവർ ഭയങ്കരമായിട്ട് സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ പപ്പടം കുത്തുന്നൊരു സാധനത്തിന് ടെക്നോളജി ഒന്നും വേണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ചൊറിയാനുള്ളൊരു സാധനമുണ്ട്, അത് ബാമ്പൂവിൽ ഉണ്ടാക്കിയിട്ട്. പക്ഷെ അവർ ബാമ്പു ഉണ്ടാക്കുന്നത് 10 15 അല്ല, മാസ് പ്രൊഡക്ഷനാണ്, ഷിപ്മെൻ്റാണ്. എല്ലാം വലിയ വലിയ കാർഗോ ആയിട്ടാണ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കെയിൽസിൽ നമുക്ക് കുറേ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ അങ്ങനെ ഒരു അവിടെയൊക്കെയാണ് നമ്മുടെ ഈ യാത്രകളിലൂടെയും സാറിനെപ്പോലുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളുടെ ഒരു ഭയം അതാണ്. ഈ കുറച്ചൊരു ലെയർ ഓഫ് ഒരു 20% ആൾക്കാർ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്തുകൊണ്ട് നമ്മുടെ നാട് ഇങ്ങനെ ആവുന്നില്ല എന്ന് പറയുന്നതിന് ഉത്തരവുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് യു ഷുഡ് ബി പാർട്ട് ഓഫ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് യു ഷുഡ് ബ്രിങ് അബൌട്ട് ചേഞ്ചസ്. അല്ലാതെ നമ്മൾ മാറി നിന്നിട്ട് നമ്മുടെ രാജ്യം ഇങ്ങനെയാണല്ലോ, അയ്യോ ഞാൻ വളരെ കറക്റ്റാണ് പറഞ്ഞത്. നമ്മളെല്ലാം പൊളിറ്റിക്സിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വരണം. അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ ജാഥയിൽ പോകണമെന്നോ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു സർവീസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള പാർട്ടികളെക്കാൾ കോൺഗ്രസ് ആ കാര്യത്തിൽ ഓൾ ഇന്ത്യ തലത്തിൽ ഒരുപാട് പ്രൊഫഷണൽസിനെ വോയിസ് എത്തിക്കാൻ കൂടെ ഉള്ളൊരു ശ്രമം. അതെ. ബിക്കോസ് പീപ്പിൾ ഷുഡ് ഐ എം നോട്ട് ടോക്കിംഗ് ടു മച്ച്. പക്ഷേ എന്താ ഞാൻ പറയുന്നത്, നമ്മൾ ഇതിൽ നിന്നും ഒരു ഫീൽ ചെയ്യരുത് പൊളിറ്റിക്സ് നമുക്ക് പറ്റിയതല്ല. ഇൻഫാക്റ്റ് പ്രൊഫഷണൽ ഷുഡ് ബി പാർട്ട് ഓഫ് ബാക്ക് ബോൺ ഓഫ് പൊളിറ്റിക്സ് വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ നമ്മൾ തന്നെ കാണുന്നുണ്ട്. കഴിഞ്ഞൊരു 2 വർഷത്തെ നമ്മൾ ഒരു പ്രവർത്തന മേഖല നോക്കി കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ മേയറായതൊരു ഗൈനക്കോളജിസ്റ്റ് അല്ല, അങ്ങനെ എല്ലാ പല മാത്രമല്ല ഉപജീവന മാർഗം രാഷ്ട്രീയമല്ല എന്നുള്ളൊരു ബോധം പുതിയ തലമുറയ്ക്ക് വരുന്നുണ്ട്. രാഷ്ട്രീയമല്ല ഉപജീവന മാർഗം വേറെയാണ്. രണ്ടും ഉണ്ട്. നമ്മൾ ഫുൾ ടൈം പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ, ഇപ്പം ഞാൻ ഒരു ടെക്നിക്കലി ഞാൻ അഡ്വക്കേറ്റാണ്. ഞാൻ രജിസ്റ്റർ ചെയ്ത് എന്താ പറയുക എൻറോൾ ചെയ്ത് 80-ലാണ്. Come to that story a bit later. അല്ല, അപ്പോൾ അത് പക്ഷെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതുപോലത്തെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഗവൺമെൻറ്റിൽ രാഷ്ട്രീയത്തിലെടുത്തു. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഭാര്യയ്ക്കൊക്കെ എന്നോടുള്ള ഒരു വിയോജിപ്പുകളുടെ ഒന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷേ ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ലല്ലോ.
പക്ഷേ ഒരു ലോയർക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കാം. പക്ഷെ ഫുൾ ടൈം ഞങ്ങളുടെയൊക്കെ കാലത്ത് ആവശ്യപ്പെട്ടിരുന്ന ഒരു ഫുൾ ടൈം ജോബുണ്ട്. 24/7 എന്നൊക്കെ പിന്നീട് വന്നതാണ്. നമുക്ക് അന്നേ ഉണ്ടത്. ഞങ്ങളത് കണ്ടുപിടിച്ച കൂട്ടരെ, ഞങ്ങളുടെ മുമ്പുള്ളവരും പിന്നീടുള്ളവരും 24 hours നമ്മൾ അവൈലബിളാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ എപ്പോഴും അവൈലബിളാണ്. മാത്രമല്ല ഒരു പ്രസ്ഥാനത്തിനെ വളർത്തിയെടുക്കേണ്ട ഒരു ബാധ്യതയും കൂടെ സാറിന് സംഘടനകളെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഭയങ്കര. കേവലമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല. ഞാൻ ആ വാക്കുകൾ സാർ പറഞ്ഞപ്പോൾ ചില മെമ്മറി ലൈനിലേക്ക് ഒന്ന് പോകേണ്ടി വന്നു. രസകരമായ ഇതാണ് സാറിൻ്റെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ. ഒരുപക്ഷെ CPM-ഉം SFI-യും ഒക്കെ തന്നെ ഇതൊരു ഒരിക്കലും ഒരു എന്താ പറയുക പ്രശ്നമാവുന്ന ചോദ്യങ്ങളൊന്നും അല്ല. No എങ്കിലും ഞാൻ problem. ചോദിക്കട്ടെ, ആ സമയത്ത് സാറ് പോയപ്പോൾ വാസവ് പുന്നയ്യ എന്ന് പറയുന്ന ആന്ധ്രയിലുള്ള നേതാവ് പറഞ്ഞു CP ജോൺ നമ്മുടെ സംഭവിച്ചൊരു നഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. താങ്കൾക്ക് എങ്ങനെ വാസവപ്പിന്നെ അറിയാം? ഇത് താങ്കളുടെ ഇങ്ങനെ ഒരു ഷോ വരുമ്പോൾ താങ്കളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് രജു ഹോംവർക്കിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പം ആദ്യമായിട്ട് ഒരാൾ വാസവപ്പിന്നയുടെ കാര്യം പറയുന്നത്. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരോടാ പറഞ്ഞത് എനിക്കറിയില്ല. വാസവപ്പനയോട് ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. ഞങ്ങളുടെ ഒരു മെൻറ്റർമാരിൽ, അതായത് SFI-യുടെ കേന്ദ്ര SFI-യുടെ ചുമതലക്കാരൻ അദ്ദേഹമായിരുന്നു. അത് റവല്യൂഷണറി ആയിരുന്നു. പിന്നീടൊക്കെ അജിറ്റേഷൻസാണ് ഉണ്ടായത്. അവരൊക്കെ റവല്യൂഷൻ നടത്തുക എന്നുള്ള ഇതിൽ അദ്ദേഹം സ്റ്റാലിനെ കാണാൻ പോയ 3 അംഗ ടീമിലുള്ള ഒരാളാണ് വാസവപ്പന്നയ്യ. അദ്ദേഹമാണ് സ്റ്റാലിൻ അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ടീമിലുള്ള ബാക്കി 2 പേരും CPI-യുടെ കൂടെ തന്നെ നിന്നു. അദ്ദേഹമാണ് CPM ഉണ്ടാക്കിയ ആളുകളിൽ ഒരാളാണ്. CPM-ൻ്റെ ഡോക്യുമെൻ്റ് എഴുതുക ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വളരെ അങ്ങേറ്റം ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം. ഞങ്ങൾക്കായിട്ട് വളരെ അടുപ്പമുണ്ട്. അപ്പം എൻ്റെ ഒരു എളിയ ഒരു ലൈഫിൽ എങ്ങനെയോ കുറേ വർഷങ്ങൾ അദ്ദേഹമായിട്ട് ഇടപഴകേണ്ടി വന്നു. ഒരു പക്ഷേ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ സീതാറാം യെച്ചൂരിയും താങ്കളും ഒരേ സമകാലീനരും ഒരു പക്ഷേ അല്ല, താങ്കളോട് പറഞ്ഞതറിയും. അല്ല, ഇതൊക്കെ ആ സമയത്തുള്ള സത്യങ്ങളാണ്. അല്ല, അതിൽ ബസവപുന്നയ്യയുടെ ഒരു ചോയ്സ് ആയിരുന്നു എന്ന് പറയാം യെച്ചൂരി. പക്ഷേ ഞാനായിരുന്നു പ്രസിഡൻ്റ് ആവേണ്ടിയിരുന്നത്. കാരണം കേരളത്തിനാണ് പ്രസിഡൻറ്റ്, ബംഗാളിനാണ് സെക്രട്ടറി. അങ്ങനെയാണ് അതിൻ്റെ ഒരു പൊതുഘടന. അത് നിയമമൊന്നുമില്ല. അപ്പോൾ SFI-യുടെ ഏറ്റവും നല്ല ഒരു സമയമായിരുന്നു 83, 84. അപ്പം അന്ന് നാച്ചുറലി MA ബേബി മാറുമ്പോൾ ഞാനാണ് പ്രസിഡൻ്റ് ആവേണ്ടത്. നാച്ചുറലി ഇവിടെ തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് പോയത്. പക്ഷേ യെച്ചൂരി കാലാണ് വാസവപ്പന്നയ്യ മൂപ്പരങ്ങ് തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള അതിനോടൊക്കെ ഞാൻ വളരെ കൂളായിട്ടാണ്. അല്ല, പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് ആ പാർട്ടിയുടെ തന്നെ മുൻനിര പോരാളികളായി കണ്ടിരുന്ന ഒരു നേതാക്കളിൽ ഒരാളാണ് സാറ്. ഞാൻ പറഞ്ഞത് ഈ ഇൻ്റർവ്യൂവിൽ പറയാനാണ് സാറ് ചോദിക്കാം എൻ്റെ അടുത്ത് എവിടെ നിന്നാണ് ഈ കഥകളൊക്കെ കിട്ടിയതെന്ന്. അത് നിങ്ങളുടെ ഒരു സാമർത്ഥ്യമാണ്. അതിനകത്ത് വളരെ രസകരമായി ഞാൻ കേട്ട വേറൊരു കഥ, സതീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന കാസർഗോഡ് സെക്രട്ടറി താങ്കൾ പാർട്ടി മാറിപ്പോയ സമയത്ത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ജോണെ എന്ന് പറഞ്ഞ് പൊട്ടിപ്പോയി കരഞ്ഞു. അതൊക്കെ സതീഷ് എപ്പോഴും അതുപോലെ തന്നെ. ഈസ് ലൈക്ക് മൈ ബ്രദർ. അത്രയും ഇൻറ്റിമേറ്റ് ആയിരുന്ന ആൾക്കാർ, ഇൻറ്റിമസി ഭയങ്കരമായിരുന്നു. പക്ഷെ അതിൽ ഇപ്പോൾ നമ്മുടെ കഥ പറഞ്ഞതിൽ അർത്ഥമില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടേക്ക് അവേ എന്താണെന്ന് പറഞ്ഞാൽ SFI-യുടെ അഖിലേന്ത്യാ പ്രസിഡൻഷിപ്പ് എന്നിൽ നിന്നും വേറൊരാളെടുക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് മാത്രമാണ് അന്നും ഇന്നും എനിക്ക് പ്രധാനം. താങ്കൾ അതൊന്നും ഒരു നെല്ലട പോലും മാറില്ല. താങ്കൾ മാറില്ല എന്ന് മാത്രമല്ല, ആ തീരുമാനം നടപ്പാക്കുക ചെയ്തത്. ആ തീരുമാനം എങ്ങനെ നടപ്പാക്കണം എന്ന് അത് പൊളിറ്റ് ബ്യൂറോയുടെ തീരുമാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഉടനെ തന്നെ അതിനൊരു കമ്മിറ്റിയുണ്ട്. ഞങ്ങളതിനെ വിളിക്കുന്നത് ഫ്രാക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ കേരളത്തിൻ്റെ ഫ്രാക്ഷനിൽ ബസവപുന്നയ്യ പങ്കെടുക്കണം എന്ന് ഞാൻ നിർദ്ദേശിച്ചു. അത് അദ്ദേഹം അംഗീകരിച്ചു. അതെനിക്ക് അംഗീകാരമായിരുന്നു. അല്ല, ഒരു വലിയൊരു അത്ഭുതമാണ്. കാരണം ഈ സ്റ്റാലിനെ നേരിട്ട് പോയി സംസാരിച്ച ആളോടാണ് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ വളരെ കൂളായിട്ടാണ് പറയുന്നത്, കോമ്രേഡ് യു ഷുഡ് കം ആൻഡ് ടെൽ.
കാരണം ഈ കമ്മിറ്റിയിൽ ഞാനാണ് പ്രസിഡന്റ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ കമ്മിറ്റിയോട് തീരുമാനം മാറി എന്ന് പറയണം, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ കമ്മിറ്റി കൂട്ടി എല്ലാവരോടും എൻ്റെ പേര് പറയണേ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ തീരുമാനം പറഞ്ഞത് അത് പാർട്ടി തീരുമാനമാണ്, PB ഡെസിഷനാണ്, ഒരക്ഷരം മിണ്ടാൻ പാടില്ല എന്ന് വെച്ചാൽ അജ്ഞാസ്വരത്തിലല്ല, എന്താണോ CPM-ൻ്റെ അന്നത്തെ PB തീരുമാനിച്ചത് അത് നടപ്പാക്കേണ്ട ജോലി എൻ്റെയാണ് എന്നാണ് അന്ന് 27 വയസ്സുള്ള എനിക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയതിൽ എനിക്കൊരു ചെറിയൊരു അഹങ്കാരമുണ്ട്. കാരണം എനിക്ക് ലൂസ് ചെയ്യുന്നത് ഭയങ്കരമായൊരു സംഭവമാണ് എന്നറിയാത്തൊരു മണ്ടനൊന്നുമല്ല ഞാൻ, അല്ലേ? അത് SFIയുടെ ഏറ്റവും ഉയർന്നൊരു കാലഘട്ടത്തിൽ. അപ്പോൾ യെച്ചൂരി കമ്മിറ്റിയിലില്ല കേരളത്തിൻ്റെ ഫ്രാക്ഷൻ. ബാസോ പിന്നെ വന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് യോഗം നടത്തുന്നത്, ഞാനാണ് കൺവീനർ. ഞാൻ പറഞ്ഞു SFI പ്രസിഡൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ അവിടെ എടുത്ത തീരുമാനവുമായിട്ട് ഒരു വ്യത്യാസമുണ്ട്, അത് അദ്ദേഹം സഹോബാസോ പിന്നെ പറയും അല്ല, ഞാനിതൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് സുരേഷ് കുറുപ്പ്, ശിവൻകുട്ടി, ഞാൻ, സതീശൻ, BK മോഹനൻ, പിന്നെ അദ്ദേഹം ജഡ്ജായി, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ എന്ന് എൻ്റെ ഓർമ്മ, എനിക്ക് എല്ലാവരുടെയും പേരെയും ഓർക്കണില്ല. അവരും അത് അക്സെപ്റ്റ് ചെയ്തു, പാർട്ടി തീരുമാനമായി. അപ്പോൾ അതിന് ഞാനിപ്പോൾ എനിക്ക് ടേക്ക് അവേ, എൻ്റെ വിഷയമല്ല. പാർട്ടി ഏത് പാർട്ടി, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും പല തീരുമാനം എടുക്കുമല്ലോ. ആ തീരുമാനം എടുക്കുമ്പോൾ ചിലത് നമുക്ക് അനുകൂലമായിരിക്കും. അപ്പോൾ പാർട്ടി തീരുമാനം വളരെ ഗംഭീരമായി. നമുക്കെതിരായാൽ പാർട്ടി തീരുമാനം വളരെ മോശം. അതെനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രൊഫഷണൽസിനോട്. പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും ശരിയായ തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു സംവിധാനമൊന്നുമല്ല. ഓമിനിപൊട്ടൻ്റ് ആണോ പാർട്ടി? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതിനകത്തൊരു ആൽഫ ആനിമൽ, ഒരു നേതാവ്, അല്ലേ? അവർ ചിലപ്പോൾ തെറ്റായ തീരുമാനം എടുക്കും. തെറ്റായ തീരുമാനം മീൻസ് നമുക്കിഷ്ടമല്ലാത്ത തീരുമാനം, നമുക്ക് തെറ്റേ എന്ന് തോന്നുന്ന ഒരു തീരുമാനം നമ്മൾ ഉൾപ്പെട്ട പാർട്ടി ഘടകം എടുത്താൽ അതിനോട് കലഹിക്കുക എന്നതിനോട് എനിക്ക് യോജിപ്പല്ല. പാർട്ടി തീരുമാനത്തോട് നിൽക്കുക. ഞാൻ പാർട്ടി തീരുമാനത്തോടെ നിന്നിട്ടുള്ളൂ. പക്ഷേ പാർട്ടി തെറ്റായൊരു പോളിസിയിലേക്ക് പോയാൽ അതിനോട് കലഹിക്കും. അതാ നയത്തോടാണ് കലഹിക്കുന്നത്, പാർട്ടിയോടല്ല. അല്ല. അപ്പോൾ പാർട്ടി എടുക്കേണ്ട നയം ഇതല്ല എന്ന് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ വേറൊരു സാഹചര്യത്തിൽ. അങ്ങനെയാണല്ലോ MBRൻ്റെ കൂടെ നിന്നത്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ ലൈഫ് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവിടെ ഞാൻ വളരെ വാശി കാണിച്ചു. പക്ഷെ ഇവിടെ ഞാനൊരു എന്താ പറയുക, അങ്ങേറ്റം ഡിസിപ്ലിൻഡായിട്ട് നിന്നു. മറ്റേ സന്ദർഭത്തിൽ ഞാൻ വലിയ റിവോൾട്ട് ചെയ്തു. ആ റിവോൾട്ടിൻ്റെ അതുപോലുള്ള ഒരു 1000 പേരുടെ റിവോൾട്ടാണ് ഒരു പുതിയ പാർട്ടി. ഇപ്പോൾ 40 വർഷമായി. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുമ്പോഴും സാറ് ഈ പറഞ്ഞ പാർട്ടിയുടെ തന്നെ കറക്റ്റീവ് മെക്കാനിസം അല്ലെങ്കിൽ പ്രൊഫഷണലിസം, നമ്മൾ ഈ പറഞ്ഞ പോളിസി ഇതിനൊക്കെ കുറിച്ച് സംസാരിച്ചു. സോ നമുക്കെന്താണ് ഇപ്പോൾ ഈ ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ, സാറ് പ്രതിനിധീകരിക്കുന്ന ഒരു ഗവൺമെൻറ് വരികയാണ്, സാർ ഒരു സ്ഥാനത്തുണ്ടെങ്കിൽ വാട്ട് വിൽ ബി യുവർ പ്രൈമറി വിഷൻ? എന്തായിരിക്കും? വാട്ട് ക്യാൻ വി എക്സ്പെക്ട് ഫ്രം യു? എന്നിൽ നിന്ന് മാത്രമായിട്ടൊന്നും ആരും ഒന്നും പ്രതീക്ഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നണില്ല. ഞാനൊരു കമ്പനി നടത്തണമൊന്നുമില്ലല്ലോ. അതൊരു കൂട്ടായ ചിന്തയാണല്ലോ, എന്തായാലും പറയുക, ഒരു കളക്റ്റീവ് തിങ്കിങ്. ആ കളക്റ്റീവ് തിങ്കിങ്ങിന് കപ്പാസിറ്റിയുള്ള നിരവധി ആളുകൾ നമ്മുടെ പാർട്ടികളിലുണ്ട്, എല്ലാ പാർട്ടികളിലും ഉണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ PJയുടെ വീട്ടിലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മത്സരിച്ചില്ല. അദ്ദേഹത്തിൻ്റെയൊക്കെ തോട്ട്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹത്തിൻ്റെ തോട്ട്സ് വളരെ ഹൈ എൻഡ് തോട്ട്സ് ഉള്ള ഒരാളാണ്. ഇപ്പം മത്സരിക്കാതെ നിന്നിട്ടുള്ള ഒരാളാണ് MK മുനീർ, വളരെയധികം തോട്ട്സ് ഉള്ള ഒരാളാണ്. ഞാൻ ഓരോ പറയല്ല. അപ്പം അങ്ങനെ നമുക്കുള്ള എല്ലാ കക്ഷി നേതാക്കളും ഉണ്ടല്ലോ. കോൺഗ്രസിൻ്റെ ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട്. പിന്നെ മുൻകാലങ്ങളെക്കാൾ ഇപ്പം ഞാൻ നിങ്ങളുടെ ഇതിൻ്റെ പേര് തന്നെ കോൺഗ്രസ്സുകാരൻ എന്നാണല്ലോ. ഈ ACCയും അതുപോലുള്ള പിന്നെ നമുക്കൊക്കെ പേപ്പറിൽ മാത്രം വായിച്ച് പരിചയമുള്ള ആളാണല്ലോ ഈ അവരുടെയൊക്കെ ഭാരവാഹികൾ. അപ്പോൾ അവരൊക്കെ നമ്മുടെ ഡൗൺ ടു എർത്തായിട്ട് വന്നിട്ട്
ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ACC ജനറൽ സെക്രട്ടറി, ഞാൻ വേണുവിനെ ഉദ്ദേശിച്ചിട്ടല്ല പറയണേ, നമ്മുടെ ദീപദാസ് മുൻഷിയെ പോലുള്ള ആൾക്കൊക്കെ, സച്ചിൻ പൈലറ്റ് അല്ലേ? സച്ചിൻ, അതെ, സച്ചിനും ഡൗൺ ടു എർത്തായിട്ട് വന്നു. ഇവരിവിടെ താമസിക്കുകയാണല്ലോ. ഫോർ എക്സാമ്പിൾ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പണ്ടില്ലാത്തതാന്ന് പറയാം. പണ്ട് ഹോട്ടലിൽ വന്ന് 2 ദിവസം നിൽക്കും, വിസിറ്റ് ചെയ്യും, പോകും. വേറെ ആർക്കും അവരെ കാണാനൊന്നും പറ്റില്ല. അതെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പാർട്ടിയിലെ തന്നെ ഒരു 10 പേരെങ്കിലും അവർക്കറിയാം, ബൈ നെയിം, ഹലോ എന്ന് ചോദിക്കാവുന്ന തരത്തിലാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ആ തരത്തിലുള്ള ഒരു പ്രൊഫഷണലിസം, അതായത് കോൺഗ്രസ് സംഘടന, അല്ലെങ്കിൽ ഇപ്പോൾ കക്ഷി നേതാക്കളെ കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പണ്ട് നമ്മൾ നരസിംഹറാവുവിൻ്റെ അടുത്തടക്കം ഞാൻ MVR കൂടെ പോയിട്ടുണ്ട്. അതൊക്കെ വൺസ് ഇൻ എ വൈൽ എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇപ്പോൾ നമ്മളൊരു ഓവർ എ ഫോൺ, ഇപ്പോൾ നമുക്കൊരു അവരോട് സംസാരിക്കണം, നമ്മുടെ ഒരു കാര്യങ്ങൾ പറയണമെങ്കിൽ അവരുണ്ട്. മീനിങ് ആരായാലും KC വേണുഗോപാൽ വേറൊരു നമുക്കൊരു സുഹൃത്തിനെ പോലെയാണ്. ബാക്കിയുള്ള ACC സെക്രട്ടറിമാരുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാ സ്റ്റേറ്റുകളിലും ഇതുപോലെ ചെയ്യുന്നുണ്ടാവുമല്ലോ, ഇവിടെ മാത്രമല്ലല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സജഷൻസ്, ഇപ്പോൾ തന്നെ ഇവിടെ വന്ന 5 പ്രപ്പോസൽസ്, ഗ്യാരണ്ടീസ്, ഇന്ദിരാ ഗ്യാരണ്ടീസ് എന്ന് പറഞ്ഞ് അത് വന്നത് വാസ്തവത്തിൽ ഞങ്ങളുടെ മാനിഫെസ്റ്റോ കമ്മിറ്റി എന്നല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ അതൊക്കെ ഓരോ തിങ്ക് ടാങ്കുകളിൽ നിന്നാണല്ലോ വരുന്നത്. അതൊരു കുറേ റിസർച്ച് ഉണ്ടായിരുന്നു, കുറേ സെമിനാർസ് ഉണ്ടായിരുന്നു, കുറേ ഈ പറയും പോലെ ആശയങ്ങൾ ചോദിച്ചിട്ട് അങ്ങനെയാണ് ഫൈനലി ഇങ്ങനെയിലേക്ക് എത്തുന്നത്. അതല്ല, അത് വെറുതെ ഇപ്പോൾ ഒരാൾ പറയില്ലല്ലോ. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെല്ലാം, അവരുടെ എല്ലാം പ്രൊഡക്റ്റ് രാഹുൽ ഗാന്ധി ഹിംസെൽഫ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓരോ സ്റ്റേറ്റിലും എന്താ ചെയ്യേണ്ടതെന്ന കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പോപ്പുലറും പോപ്പുലിസ്റ്റും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ KSRTCയിൽ എല്ലാവർക്കും ലേഡീസിന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിലൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആംഗിൾ അതിൽ വന്നു എന്നാണ് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത്. വളരെ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നുള്ളത് കുറേ കാലമായിട്ട് നമുക്ക് നമ്മുടെ തോട്ട്സിലില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാവർക്കും കാറ് വേണം അല്ലെങ്കിൽ സ്കൂട്ടർ വേണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ആളുകളെ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ഞാനതിൽ കണ്ടൊരു പോയിൻ്റ് അതാണ്. ഇറ്റ്സ് എ പോളിസി, ഗോ ബൈ ബസ് എന്നുണ്ട്. അതിലൊരു ഒളിഞ്ഞിരിക്കുന്ന ഒരു ആഹ്വാനം അതിലുണ്ട്. ബസ് യാത്ര ചെയ്യൂ എന്ന് ആ ഒരു ഓഫർ നിങ്ങളോട് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ ഡ്രൈവർ, ഇപ്പം എൻ്റെ കൂടെ എൻ്റെ കൂടെ സന്തത സഹചാരി, ഇപ്പോൾ രാത്രി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മോട്ടോർ സൈക്കിളിൽ പോകണ്ട, നെടുമങ്ങാടപ്പുറം പാലോട് പോകണം, ബസ്സിൽ പോകാവൂ. അപ്പോൾ അതവർക്ക് അത്ര ഇഷ്ടമല്ല. അവർ കുട്ടികളല്ലേ, മോട്ടോർ സൈക്കിളിൽ പോകുന്നതല്ലേ, ബസ്സിൽ പോയാൽ മതി. കാരണം ഇത്രയും സമയം ഡ്യൂട്ടി കഴിഞ്ഞു, പിന്നെ ക്ഷീണിതനാണ്, രാത്രിയാണ്, പിന്നെ ഇപ്പോൾ ഈ കാട്ടുമൃഗങ്ങളും പന്നിയും ഒക്കെ ഉണ്ട്, പട്ടി മുതൽ പന്നി വരെ, പിന്നെ ആന വരെ വന്നാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ആണ് നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സജഷൻ. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ആർഗ്യുമെൻറ്റിൽ, ഈ ഒരു ഓഫറിൽ സ്ട്രെങ്തനിങ് ദ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നുള്ളൊരു സന്ദേശം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എൻ്റെ ഒരു അനുബന്ധം അതിൽ KSRTC മാത്രമല്ല, പ്രൈവറ്റ് ബസ് എന്ന് വിളിക്കപ്പെടുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടുണ്ട്. ഇപ്പം അതൊരു പോളിസി പ്രശ്നമാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ റേസ് ചെയ്യണത് ഇവിടുത്തെ ഇവിടുന്ന് വണ്ടി ഓടിക്കുന്ന എന്താ പറയുക, പ്രൈവറ്റ് ബസ്സുകാർ നമ്മുടെ ശത്രുക്കളൊന്നുമല്ല. ഇപ്പം നമ്മൾ കുറേ കാലമായിട്ട് എല്ലാം പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെയും കൂടെ കൊണ്ടുവരണം. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, അത് ബസ്സിന് ബാധകമല്ലേ? ആ ബസ്സിന് മാത്രം അത് ബാധകമല്ലേ? ബാധകമാണ്. അത് നമ്മുടെ മൈൻഡിൽ സെറ്റിൽ അതല്ല. KSRTC മാത്രമേ ഉള്ളൂ നമ്മുടെ മൈൻഡിൽ, അല്ലേ? അതെ. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ മേജർ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ഇൻവെസ്റ്റേഴ്സാണ്. അവർ ഇൻവെസ്റ്റേഴ്സ് അല്ലേ? അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണേ, സബ്സിഡൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ മാനിഫെസ്റ്റോ പറഞ്ഞത് നമ്മൾ പ്രൈവറ്റ് ബസ്സുകൾക്കും സബ്സിഡി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ശക്തിപ്പെടുത്തണം. അപ്പോൾ 33,000 പ്രൈവറ്റ് ബസ്സും സോ കോൾഡ് 6,000, 7,000, 6,500 KSRTC ഉണ്ടായിരുന്നു. ഇത് 33,000, 8,000 ആയി. ഈ 6,000 എന്നുള്ളത് 3,000, 2,500 ആയി.
കുറയാണ് ചെയ്തത്. അപ്പോൾ അത് കൂട്ടുക എന്നുള്ളതൊരു പബ്ലിക് പോളിസിയാണ്. അപ്പോൾ അതിൽ അഫോർഡബിൾ പ്രൈസിൽ പോകണം. അപ്പോൾ നമുക്ക് കാർബൺ എമിഷൻ കുറയും, അല്ലേ? തിരക്ക് കുറയും, ട്രാഫിക് കുറയും, മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റ്സ് കുറയും. എന്നിട്ട് ലാസ്റ്റ് മൈലിൽ ബസ് ഇറങ്ങുന്ന ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഇത് നല്ലൊരു പാർക്കിംഗ് ഏരിയ വെച്ചാൽ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനും പറ്റും. പണ്ട് സൈക്കിളിൽ പോയത്, ഇപ്പോൾ ഞാനൊക്കെ കോളേജിൽ പോകുമ്പോൾ സൈക്കിൾ കൊണ്ടുപോയിട്ട് ഒരു ഹോട്ടലിലാണ് വയ്ക്കുന്നത്. എന്നിട്ട് ലോക്ക് ചെയ്യും. തിരിച്ചു വരുമ്പോൾ സൈക്കിൾ എടുത്ത് എനിക്കൊരു 1.5 കിലോമീറ്റർ ഉള്ളൂ വീട്ടിലേക്ക് വരാൻ. അപ്പോൾ നടന്നു വരണ്ടല്ലോ, ലൈക്ക് ദാറ്റ്. അപ്പോൾ അന്ന് സൈക്കിളാണ്. ഇപ്പോഴും സൈക്കിൾ ചാണ്ടി ഉമ്മൻ സൈക്കിൾ കൊണ്ടുവന്നു. അതിൽ കുറച്ച് ഇലക്ട്രിക് ബാറ്ററി ഉണ്ടെന്ന് തോന്നുന്നു. ചവിട്ടും ചെയ്യാം. നമ്മൾ ഗിയർ സൈക്കിളായിരുന്നു, ഞാനുണ്ടായിരുന്നു ഇതിനകത്ത്. ഗിയർ ഉണ്ടായിരുന്നു, ബാറ്ററി ഉണ്ട്. അത് അവിടെ കൊണ്ടുവന്നില്ല. നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മുഴുവൻ നമ്മുടെ സൈക്കിളിൽ പോയായിരുന്നു. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ പബ്ലിക് പോളിസികളാണ്. അപ്പോൾ ഇത്തിരി ബാറ്ററി ഉള്ള സൈക്കിളുകൾ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ പൊല്യൂഷൻ കുറയ്ക്കുക, ലൈക്ക് ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം വി ആർ ഹോപ്പിംഗ്. ഞാൻ ഈ പറയുമ്പോൾ സാറൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ കോൺഗ്രസിന് വേണ്ടിയും പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള പ്രതീക്ഷകൾ ഭയങ്കര ഹൈ ആണ്. കോൺഗ്രസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. നല്ല എൻ്റെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും മെയിനായിട്ട് കോൺഗ്രസ് ആണല്ലോ ഇവിടുത്തെ മേജർ പാർട്ടി. അവരുടെ അണികളൊക്കെ വളരെ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരാണ് തിരുവനന്തപുരത്തുകാർ. നിങ്ങൾ കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞതിൽ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസ്സുകാരികൾ കൂടെ വേണം ആണ്. ജെൻഡർ ഇക്വേഷനിൽ ഒരു പ്രശ്നമുണ്ട്, ചെറിയൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. കാരണം ഷാൽ ടെൽ യു, ഞാനിപ്പോൾ വോട്ട് പിടിക്കാൻ ഞാൻ ആദ്യമായിട്ടല്ലല്ലോ വോട്ട് പിടിക്കാൻ പോകുന്നു. ഞാൻ തരൂരിന് വേണ്ടിയൊക്കെ ഇഷ്ടം പോലെ ശിവകുമാറും എല്ലാവർക്കും വേണ്ടി വോട്ട് പിടിക്കാൻ പോകുമല്ലോ. അപ്പോൾ ഈ മീൻ നന്നായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവരാണ് ഈ കേരളത്തിലെ ഇന്ത്യയിലത്തെ കാര്യം എനിക്കറിയില്ല, ഏറ്റവും നല്ല കോൺഗ്രസ്സുകാരികൾ അവരാ. കോൺഗ്രസ്സുകാരനല്ല, കാരികളാണ്. അപ്പോൾ എന്നോട് 2 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു നിർത്താം. 2-3 എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്തെ വനിതകൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്നത്, അത് നിങ്ങളൊരു ഇൻ്റർവ്യൂ ചെയ്യേണ്ടതാണ് അവരെ. ഇപ്പോൾ ഞാൻ പോയപ്പോൾ നമ്മുടെ ഷർലിയും ലക്ഷ്മിയൊക്കെ ഉണ്ടായിരുന്നു പാളയത്ത്. അപ്പോൾ ഒരു ലേഡി ഇങ്ങനെ വെയിൽ കൊണ്ട് ഉരുകണം അവർ, ഈ ഗവൺമെൻറ് അതൊക്കെ പൊളിച്ചടക്കി നശിപ്പിച്ചല്ലോ. അപ്പോൾ ഒരു ലേഡി പറഞ്ഞത്, ഈ നാട്ടിൽ ഒരു വോട്ടേ കോൺഗ്രസ്സിന് കിട്ടിയിട്ടുള്ളെങ്കിൽ അതെൻ്റെ വോട്ടായിരിക്കും. അതിനേക്കാളും വലിയൊരു കോൺഗ്രസ് ഉണ്ടോ? 1. രണ്ടാമത് വേറൊരു ലേഡി പറഞ്ഞത്, കോൺഗ്രസ് ജയിച്ചോ തോറ്റോ എന്നുള്ള എൻ്റെ പ്രശ്നമല്ല. അവരിപ്പോഴുണ്ട്, ഞാൻ നിങ്ങളെ അവരെ കാണിച്ചു തരാം. കന്നിമേറ മാർക്കറ്റിലുണ്ട്. കോൺഗ്രസ് 100 പ്രാവശ്യം തോറ്റാലും ഞാൻ കോൺഗ്രസിനെ ചെയ്യും. ആ വിശ്വാസവും ആ ട്രസ്റ്റും, അവരുടെ ആ കോൺഗ്രസിനോടുള്ള പ്രതിബദ്ധത. അതുപോലെ അവർക്ക് മീൻ നന്നായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ പണ്ട് എൻ്റെ ചിഹ്നം ഷിപ്പായിരുന്നു. അവരിങ്ങനെ കാണിക്കുകയുള്ളൂ, കൈപ്പത്തി പൊക്കോ ഇവിടെ നിൽക്കണ്ട, ഇവിടെ സമയം കളയണ്ട, ഞങ്ങൾ ഇതാണ് കൈയാണ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ തീരപ്രദേശങ്ങളിലെ അതുപോലെ തിരുവനന്തപുരത്തെ അമ്മമാരെ, അവരെപ്പോലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇന്ത്യയിലുണ്ടോ എന്ന് പറയാൻ എനിക്ക് ഇന്ത്യ അറിയില്ല. പക്ഷെ ഇതിനേക്കാളും വലിയൊരു കമ്മിറ്റ്മെൻറ്റ് ഒരു പാർട്ടിയോടും ഒരാൾ കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കഠിനംകുളത്ത് കുറച്ച് വർഷം മുമ്പ് നമ്മുടെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അമ്മ രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇമോഷണലായി. ഒരാൾ അവരുടെ വീട്ടിൽ മരിച്ചാൽ ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചെയ്തു. ക്യാൻ ഇമാജിൻ? അവരുടെ ഭക്ഷണത്തിലെ കുറവ്, അങ്ങനത്തെ കണ്ടല്ലോ, എത്രയോ ദിവസം. അപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്, MVR മത്സരിക്കുക കഴക്കൂട്ടത്ത്. അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു ബന്ധു മരിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ, എല്ലാ കർമ്മങ്ങളും ചെയ്തു, എല്ലാ തരത്തിലും, എല്ലാമായിരിക്കില്ലെങ്കിലും ഷി വാസ് ലിറ്ററലി മോർണിംഗ്. അപ്പം അങ്ങനെ നിങ്ങൾ ഈ തിരുവനന്തപുരത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരികളാണല്ലേ.
കാരന്മാരില്ലാന്നല്ല, അവരും കൂടിയാണ്. തീർച്ചയായും. അപ്പോൾ കോൺഗ്രസ്സുകാരൻ എന്ന് ഇതത്രേ ഉള്ളൂ. മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ അതെ, കോൺഗ്രസ്സുകാരൻ അതെ, എന്ന് പറയുന്നു. അതെ, 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 അതെ. കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇവരെ കൂടെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം. തീർച്ചയായും. നമ്മുടെ നിങ്ങൾക്കൊരു നല്ല കോൺഗ്രസ്സുകാരനെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിയെ കാണണമെങ്കിൽ എൻ്റെ മണ്ഡലത്തിൽ വരൂ. നമ്മളുടെ മണ്ഡലത്തിൽ നമ്മുടെ മണ്ഡലം മാത്രമല്ല, ഇവിടെ ഈ പ്രത്യേകിച്ചും നമ്മുടെ കോസ്റ്റൽ ഏരിയയിലുള്ള അവർ ഒരു പാർട്ടിയെയും ഒരാളങ്ങനെ സ്നേഹിക്കുന്നില്ല. ഞാൻ പറയുന്നത് പ്രത്യേകിച്ചും തീരദേശത്തുള്ള ഒരു അവിടുത്തെ കോൺഗ്രസ് റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലാണ് അവരെ. വലിയ ശക്തമായിട്ടുള്ള ആൾക്കാരാണ് അവർ. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ EMSനോട് നേരിട്ട് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നമ്മുടെ കരിമഠത്ത്. അവർക്ക് പേരുണ്ട്, 2 കാതിപ്പൂ ഇങ്ങനെ മൂക്കിൽ കുത്തിയിട്ടുള്ള ഒരു സാധാരണ തൊഴിലാളിയാണ്. അപ്പോൾ EMS പ്രസംഗിക്കാൻ വരുമ്പോൾ അവരെ കണ്ട വിഷയം EMS ആരോടും അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല പൊതുവിൽ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര കോൺഫിഡൻസാണ്. പിന്നെ അരിവാൾ ചുറ്റികയുടെ കുത്തിയിട്ട സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ത്രീകൾ, ഇപ്പോൾ സ്ത്രീകളുടെ സംവരണമാണല്ലോ വലിയൊരു പ്രശ്നം. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടായാലും കോൺഗ്രസ്സിന് വേണ്ടിയിട്ടായാലും. ഇപ്പോൾ കോൺഗ്രസിൻ്റെയാണ് ഞാൻ കൂടുതൽ തൊഴിലാളികൾക്കിടയിൽ കാണുന്നത്. മറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് അറിയാത്തതുകൊണ്ട് പറയുന്നതല്ല. അവർക്കുണ്ടാവും ഒരു കമ്മിറ്റ്മെൻറ്റ്. നമ്മുടെ സ്ത്രീകൾ കാണിക്കുന്ന പാർട്ടി കൂറ്, അത് ഒരു ഇൻ്റർവ്യൂ അവരെ നമ്മൾ ചെയ്തായിരുന്നു ആക്ച്വലി. മഞ്ജു ജോൺ എന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ ഉണ്ടായിരുന്നൊരു പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരി സാറ് സംസാരിച്ച ഈ പാർട്ടിക്ക് വേണ്ടി സ്ത്രീകൾ നിൽക്കുന്നതും ഒരു ജെൻഡർ ഇക്വേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതെ, അതെ, ഷുവർ. നമ്മുടെ പിന്നെ അരീഫ മാഡം, ഡോക്ടർ അരീഫ മാഡം അവർ വന്നിരുന്നു, പിന്നെ ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ അമ്മ, അതെ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അയ്യോ, നഫീസത്ത് ബേബി, അവരെ പോലൊരു കോൺഗ്രസ്സുകാരി ഉണ്ടോ? അപ്പോൾ ഇതെല്ലാം ഞാൻ അപ്പോൾ പറയും, ഇതിൽ കോൺഗ്രസ്സുകാരെന്നുള്ള ചാനലാണ്, പക്ഷെ നമുക്കുള്ളത് കോൺഗ്രസ്സുകാരിയാണ് നമ്മൾ പറയാം. സോ താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ലോട്ട് സർ. ഒരു ലോങ് കോൺവെർസേഷൻ ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് ഇറ്റ് വാസ് ഒരു ഷെയറിംഗ് ഓഫ് തോട്ട്സ് ആയിരുന്നു. അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ആരെയും വേറെ ആളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ബി പ്രൊഫഷണൽ, മോർ പ്രൊഫഷണൽ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. റൈറ്റ്.